मतलब आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको? तो मतलब तिलक की जगह खिलाऊं? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ തോൽവിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഡഗ്ഔട്ടിൽ കരയുന്ന മുഖത്തോടെ സൂര്യകുമാർ യാദവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ സഞ്ജു സാംസനെ ഇടിച്ചു താഴ്ത്തിയ രീതിയിൽ സംസാരിക്കുകയും പരിഹസിച്ച് ചിരിക്കുകയും ചെയ്ത അതേ സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ വില കുറച്ച് കാണരുത് എന്ന് ഇന്ത്യൻ ക്യാപ്റ്റന് അപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കും പകരം സഞ്ജുവിനെ കളിപ്പിക്കാനാകില്ല എന്ന് തുറന്നടിക്കുകയായിരുന്നു സൂര്യ ചെയ്തത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ശർമ്മയും വർമ്മയും തുടർച്ചയായ 4ാം കളിയിലും പരാജയം നുണയുന്നുണ്ട്. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പറയാം. ഈ സൂര്യകുമാർ യാദവ് 2023 ഏകദിന ലോകകപ്പിനുള്ള ടീമിലേക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഓർക്കുന്നില്ലേ? ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു ഒന്നാന്തരമായി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. 50 റണ്ണുകളുടെ ബാറ്റിംഗ് ശരാശരിയും 100ന്റെ പരിസരത്തുള്ള സ്ട്രൈക്ക് റേറ്റും സഞ്ജു സൂക്ഷിച്ചു വെച്ചിരുന്ന കാലം. പക്ഷേ ഇന്ത്യൻ ടീം പതിവ് പോലെ സഞ്ജുവിനെ തടഞ്ഞ് മോശം ഫോമിലുള്ള സൂര്യകുമാറിനെ കളിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായി 3 ഗോൾഡൻ ഡക്കുകൾ കരസ്ഥമാക്കുന്ന ആദ്യ ഭാരതീയൻ എന്ന നാണക്കേടിൻ്റെ മാറാപ്പ് സൂര്യയുടെ തലയിൽ അന്ന് ചുമക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും സൂര്യകുമാർ 2023 ഏകദിന ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. സഞ്ജു വീട്ടിലും ഇരിക്കുന്നുണ്ട്. ആ ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും മോശം ഇന്നിങ്സാണ് സൂര്യ കളിച്ചത്. ഇന്ത്യ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് ഏകദിന ടീമിൻ്റെ പടിവാതിക്കൽ പോലും അയാൾ വന്നിട്ടില്ല. സമീപകാലത്ത് T20 ക്രിക്കറ്റിലും സൂര്യ മോശം ഫോമിൽ തന്നെയായിരുന്നു. ഒരു 50 പോലും നേടാതെ അയാൾ ഒരു വർഷം കഴിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ടും ടീമിലെ സൂര്യയുടെ സ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അനർഹമായ പിന്തുണ ആവോളം ആസ്വദിച്ചിട്ടുള്ള സൂര്യകുമാറിന് സഞ്ജുവിനെ ഇപ്രകാരം പുച്ഛിക്കാൻ എന്താണ് അർഹതയുള്ളത്? ന്യൂസിലൻഡിനെതിരെ കളിച്ച 5 മത്സരങ്ങളിലും സഞ്ജു പരാജയപ്പെട്ടത് ശരി തന്നെയാണ്. അന്ന് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് സഞ്ജു നേരിടേണ്ടി വന്നത്. സഞ്ജു റിട്ടയർ ചെയ്യണമെന്ന് പോലും പലരും ആക്രോശിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ T20 ലോകകപ്പ് ആരംഭിച്ചപ്പോൾ തിലകും അഭിഷേകും തുടർച്ചയായ 4 മത്സരങ്ങളിൽ നിറം മങ്ങുന്നുണ്ട്. ഫോം നഷ്ടമെന്നത് എല്ലാവർക്കും സംഭവിക്കുമെന്ന് സഞ്ജു ഹേറ്റേഴ്സിന് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. സഞ്ജുവിൻ്റെ അവസ്ഥയെ കൂടി എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഒരു ഏകദിനം കളിച്ചിട്ട് 2 വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. അവസാന മത്സരത്തിൽ അയാൾ ഒരു സീരിയസ് വിന്നിംഗ് സെഞ്ചുറി നേടിയിരുന്നു. പിന്നീട് ഏകദിന ടീമിൻ്റെ റഡാറിൽ പോലും സഞ്ജു പതിഞ്ഞിട്ടില്ല. തുടർച്ചയായി 3 T20 സെഞ്ചുറികൾ നേടിയ സമയത്ത് പോലും സഞ്ജു ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറാകുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്, ആഗ്രഹിച്ചതാണ്. പക്ഷേ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അസാധാരണമായ നേട്ടങ്ങളൊന്നുമില്ലാതിരുന്ന ശുഭ്മാൻ ഗിൽ വളരെ നിസ്സാരമായി സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പൊസിഷൻ കൈയടക്കുകയായിരുന്നു. ടീം മാനേജ്മെൻറ്റ് സഞ്ജുവിന് നൽകുന്ന സന്ദേശം അന്ന് വ്യക്തമായിരുന്നു. നീ എത്ര നന്നായി കളിച്ചാൽ പോലും അടുത്ത കളിയിൽ നീ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പും ഞങ്ങൾ തരാനാകില്ല എന്ന്. അത്തരമൊരു മാനസികാവസ്ഥയിൽ കളിക്കാനിറങ്ങുന്ന സഞ്ജുവിന് എപ്പോഴും അധിക സമ്മർദ്ദം തന്നെ ഉണ്ടാകും. സൂര്യമാർക്കും അഭിഷേകുമാർക്കും തിലകുമാർക്കും ലഭിച്ചു വരുന്ന സംരക്ഷണം സഞ്ജുവിന് ഒരിക്കലും കിട്ടുകയുമില്ല. അയാളെ വിമർശിക്കുമ്പോൾ അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ മുൻ നായകൻ സൗരവ് ഗാംഗുലി സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്തെത്തിയ കാര്യം പോലും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഈ ലോകകപ്പിൽ ഒരേ ഒരു തവണയാണ് സഞ്ജു കളിച്ചത്. അന്നയാൾ ഒരു തീപ്പൊരു തുടക്കം പോലും നൽകുന്നുമുണ്ട്. ആ ഇന്നിങ്സിനോട് പലരും ബോധപൂർവം മുഖം തിരിച്ചു നടന്നു. സഞ്ജു ഇനിയും അവസരങ്ങൾ അർഹിക്കുന്നുണ്ട്. സൂര്യകുമാറിനോട് ഒന്നേ പറയാനുള്ളൂ, സഞ്ജുവിനെ നിങ്ങൾ വന്ദിക്കണമെന്നില്ല, പക്ഷേ നിന്ദിക്കരുത്. Very pleasing to the eye. Sanju Samson steps out, plays it inside out. Yes, the boundary of the first over. पहले भारतीय बन गए हैं जिन्होंने जड़ दिए हैं बैक टू बैक सेंचुरीज इन T20 इंटरनेशनल. हैदराबाद में चढ़ा था शतक, सामने थी बांग्लादेश. किंग्स मेड डरबन में किंग की तरह खेला है संजू सैमसन. डरबन में किंग की तरह खेला है संजू सैमसन.